മുട്ടടയും തിരുവനന്തപുരം മാത്രം അണിനിരുന്ന വൈഷ്ണവെ ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം ജയിക്കാൻ പോകുന്ന കോർപ്പറേഷൻ സീറ്റ് വൈഷ്ണവയുടെയാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്ത് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം, എന്നെ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം സഹായിച്ച നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. ഒന്നാമതായി പറയേണ്ടത് ശ്രീ ജോർജ് പൂന്തോട്ടം സാറാണ്. പിന്നെ നമ്മുടെ മൃദുലേട്ടനുണ്ട്, അഡ്വക്കേറ്റ് മൃദുൽ സാറുണ്ട്. പിന്നെ നമ്മുടെ അഖിലേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ മൂന്നുപേർക്കും പ്രത്യേകിച്ചൊരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, നമ്മുടെ ലീഡർഷിപ്പിനായാലും പാർട്ടിയാണ് വലുതെന്നുള്ളതാണ്. പാർട്ടിക്കും എല്ലാവർക്കും, ലീഡർഷിപ്പ് ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 24 വയസ്സ് പ്രായമുള്ള കന്നിയംഗത്തിനിറങ്ങുന്ന ഒരു KSUക്കാരിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങി എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. പിണറായിസ്റ്റുകളെ, വൈഷ്ണ സുരേഷ് എന്ന് പറഞ്ഞുകൊണ്ട് വൈഷ്ണ സുരേഷിന്റെ ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഈ പറയുന്ന പിന്തുണ അറിയിക്കുന്നത്. ഇന്നലെ വാർത്തകളിൽ നമ്മൾ കണ്ടു, തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുട്ടട വാർഡിൽ നിന്നും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന 24കാരി, ആ 24കാരിയുടെ പേര് വെട്ടാൻ, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടാൻ മാത്രമല്ല, ആ 24കാരിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ 24കാരിയെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് വലിച്ചെറിയാൻ, പിടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന പിണറായിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്ന അടിമകൾ ചെയ്ത് കാണിച്ചതിന്റെ ഫലം ആ കുട്ടിയുടെ പേര്, ആ 24കാരിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയ വൈഷ്ണ സുരേഷിന് അനുകൂലമായി കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇന്നലെ ഹൈക്കോടതി സ്വീകരിച്ചത്. ഹൈക്കോടതി വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. കളക്ടർക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണോ? 24 വയസ്സുകാരിയുടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ഭയം എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അത്ര സമ്മതനല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാം, പരാജയപ്പെടുത്താം. അതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് ഇത്ര ഭയം എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പിന്തുണ അർപ്പിച്ചുകൊണ്ട് പറയുന്നത്. രാഹുല് ഇന്നലെ ഈ പറയുന്ന പോസ്റ്റ് പങ്കുവെച്ചതോടുകൂടി വൈഷ്ണ സുരേഷിന്, അല്ലെങ്കിലും തിരുവനന്തപുരത്തെ ഈ കോർപ്പറേഷനിലെ ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ വളരെ ശ്രദ്ധയാകർഷിച്ച മുട്ടടയിൽ ഈ പറയുന്ന സഖാക്കളുടെ മുട്ടിടിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട അന്ന് മുതലേ. ഇനി നിങ്ങളൊരു കാര്യം കൂടി ഇവിടെ ആലോചിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് പറഞ്ഞിട്ടല്ലാതെ നമുക്ക് ഇതിന്റെ ബാക്കിയിലേക്ക് പോകാനാവില്ല. എന്താണത്? ഈ വൈഷ്ണക്കെതിരെ പരാതി കൊടുത്ത എന്ന് പറഞ്ഞാൽ വൈഷ്ണ മുട്ടടയിലെ സ്ഥിരം താമസക്കാരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈഷ്ണയുടെ പേര് നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളമായിട്ട്, വ്യാജമായിട്ട് ഈ പരാതി നൽകിയ CPMന്റെ സഖാവ്, ആ സഖാവിന്റെ മേൽവിലാസത്തിൽ 22 വോട്ടർമാരെയാണ് ആ സഖാവ് ആ വാർഡിൽ തിരികെ കയറ്റിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മള് നോർത്തില്, ഹരിയാനയില്, ബീഹാറില് ഒക്കെ കണ്ട അതേ പ്രക്രിയ ഇവിടെ നടപ്പിലാക്കുന്നത് RSSന്റെ ഏജന്റുമാരാണ്. എന്ന് പറഞ്ഞാൽ RSSന്റെ ഏജന്റ് ആയിട്ടുള്ള പിണറായിയുടെ അടിമകളാണ് ഇവിടെ അത് നടപ്പിലാക്കുന്നത്. അവർക്ക് മുട്ടിടിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം വിജയിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയായി വൈഷ്ണ മാറിയിരിക്കുന്നു. ആ വൈഷ്ണയെ ഇവർ വല്ലാതെ ഭയപ്പെടുന്നു. പിണറായിസ്റ്റുകളുടെ മുട്ടിടിക്കുകയാണ്. ആ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു എന്ന് രാഹുൽ പറയുന്നിടത്ത് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യ രീതിയിൽ നേരിടാനുള്ള ചങ്കുറപ്പ് ഈ പറയുന്ന അടിമകൾക്കില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യ പ്രക്രിയയിൽ നേരിടാനുള്ള ചങ്കുറപ്പ് ഈ അടിമകൾക്കില്ല. അല്ലെങ്കിലും അടിമകൾക്ക് എവിടെയാ നട്ടല്? അടിമകൾ ആ നട്ടല് ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുകയല്ലേ രാജാവിന്റെ മുന്നില്. ആ രാജാവിന്റെ അടിമകൾക്ക് മുട്ടിടിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം തോൽവി എങ്ങാനും ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ രാജാവ് തലയറുക്കും. ആ ഭയം തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സഖാക്കളെ കൊണ്ടു ചെന്നെത്തിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ഒരു സ്ഥാനാർത്ഥി പട്ടിക ആദ്യം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ മേൽക്കോയ്മ നേടി. ആ കൂട്ടത്തില് മുട്ടട ഡിവിഷനിൽ നിന്നും വൈഷ്ണ സുരേഷിനെ പ്രഖ്യാപിച്ചതോടുകൂടി കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞു. ഈ കണക്ക് കൂട്ടലുകൾ ഓരോന്നോരോന്നായി തകിടം മറിഞ്ഞു.
ഇനി അവിടെ ഈ പറയുന്ന 2020 നടന്ന ഒരു തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് 2023 ഈ മുട്ടട ഡിവിഷനിൽ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ടായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വൈഷ്ണ സുരേഷിന് ലഭിക്കാൻ പോകുന്ന ഒരു വിജയം, ഒരു തിളക്കമാർന്ന വിജയം ആ 2023 നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്, സൂചനകൾ നൽകുന്നുണ്ട്. ആ സൂചനകൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ സഖാക്കൾക്ക് വിരളി പിടിച്ചിരിക്കുകയാണ്, അടിമകൾക്ക് വിരളി പിടിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവരെ ഇത്ര അസ്വസ്ഥരാക്കുന്ന കാര്യം. എന്താണെങ്കിലും ഹൈക്കോടതിയുടെ ഇടപെടൽ വലിയ ഒരു ആശ്വാസമായിരിക്കുകയാണ് വൈഷ്ണ സുരേഷിന്. ജോലി പോലും രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഗോതയിൽ ഇറങ്ങിയവളെ ഭയപ്പെട്ടുകൊണ്ട് ഈ സഖാക്കൾ നടത്തിയ ഈ നെറികെട്ട കളി സ്വന്തം അഡ്രസ്സിൽ 22 ആളുകളെ തിരികെ കയറ്റിയ സഖാവ് തന്നെയാണ് വൈഷ്ണക്കെതിരെ പരാതി കൊടുക്കുന്നത്. എന്തൊരു ആഭാസകരമാണ് ഈ കാര്യങ്ങൾ, എന്തൊരു വിരോധാഭാസമാണിത്. അത് തന്നെയാണ് കോടതിയും ഇന്നലെ ചോദിച്ചത്. നിങ്ങൾ എന്തിനെയാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവം നിങ്ങൾക്കില്ലേ എന്ന് അടിമകളോട് കോടതി ചോദിക്കുമ്പോൾ ഇന്നലെ കോടതി കലക്ടർക്ക്, തിരുവനന്തപുരം ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് 2 ദിവസത്തിൽ ഈ കാര്യത്തിൽ തീരുമാനമുണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വൈഷ്ണ സുരേഷിന് ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം, അതുപോലെ ഈ വിവാദങ്ങൾ, വൈഷ്ണയുടെ പേര് വെട്ടിയതും ഈ പറയുന്ന വിവാദങ്ങൾ ഒരർത്ഥത്തിൽ വൈഷ്ണയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കുകയാണ്, വലിയ ഇന്ധനമായിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നേരത്തെ ഉണ്ടായി. അത് കഴിഞ്ഞുണ്ടായിരിക്കുന്ന ഈ പറയുന്ന വിവാദങ്ങൾ അത് വൈഷ്ണ സുരേഷിനെ ഒന്നുകൂടി ആ ഡിവിഷനിൽ, കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ വലിയ സ്വീകാര്യയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി നാളെ ഇന്ന് ഹിയറിംഗ് വെച്ചിട്ടുണ്ട് ജില്ലാ കലക്ടർ. ഈ ഹിയറിംഗ് കൂടി കഴിയുന്നതോടുകൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും. ആ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തീരുമാനം വൈഷ്ണയ്ക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട കേട്ടോ. കാരണം കോടതിക്ക് നേരിട്ട് ഇത്തരത്തിൽ വലിയ തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. കോടതിക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും, കോടതിക്ക് നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയും. അത് തന്നെയാണ് ഇന്നലെ കോടതി നടത്തിയത്. രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചതോടുകൂടി കാര്യങ്ങൾ വൈഷ്ണയ്ക്ക് അനുകൂലമാകുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോ രാഹുൽ കൂടി വൈഷ്ണയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു പിന്തുണ അർപ്പിക്കുമ്പോൾ കാര്യങ്ങൾ ചർച്ചകൾ ഒന്നുകൂടി സജീവമാവുകയാണ്, ഒന്നുകൂടി ചൂട് പിടിക്കുകയാണ്. രാഹുലിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ ചിലത് ഞാൻ വായിക്കാം. മറ്റ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് മുമ്പ് മിക്കവാറും 80% വീടുകളും കയറിയ സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ. അന്തംഗമികൾ ഈ പരിപാടി ഒപ്പിച്ചതും കൊണ്ട്, ചാണക കമ്മീഷൻ കൂട്ടുനിന്നതുകൊണ്ടും അവൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഈ സഹോദരി ആദ്യം വിജയിക്കുമോ എന്ന എനിക്ക് സംശയമായിരുന്നു. എന്നാൽ ഇപ്പോൾ കമ്മികൾ വൈഷ്ണ ഫേമസ് ആക്കിയത് കൊണ്ട് ഉറപ്പായി വിജയം സുനിശ്ചിതമാണ് എന്ന്. വൈഷ്ണയെ ഫേമസ് ആക്കിയ എല്ലാ സഖാക്കൾക്കും എൻ്റെ 1000 അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 24 വയസ്സുള്ള ഒരു പെൺകുട്ടി നെറുകെട്ട രാഷ്ട്രീയ പകപോക്കലിനും വ്യക്തിഹത്യകൾക്കുമെതിരെ സധൈര്യം ഉറച്ചു നിൽക്കുന്നു. അവരെ അത്ര അസ്വസ്ഥരാക്കുന്നു. എങ്കിലും വൈഷ്ണ മുന്നോട്ട്, വിജയം സുനിശ്ചിതം, ആശംസകൾ, പ്രാർത്ഥനകൾ. അങ്ങനെ നിരവധി ആളുകൾ ഈ വൈഷ്ണയെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ രാഹുലിന്റെ കമന്റ് ബോക്സിൽ നിറയുകയാണ്. ഇത് തന്നെയാണ് വൈഷ്ണ ഇപ്പോൾ മുട്ടടയിലെ വലിയ സ്വീകാര്യതയുള്ള, എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന വലിയ ഒരു സ്ഥാനാർത്ഥിയായി വൈഷ്ണ മാറിയിരിക്കുന്നു. ഒരു കോർപ്പറേഷന്റെ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നതിലുപരിയുള്ള ഒരു അക്സെപ്റ്റൻസ് ഈ വൈഷ്ണക്ക് ഈ പറയുന്ന മുട്ടടയിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ലഭിക്കുന്നു. അത് തന്നെ കമ്മികളെ 1000 നന്ദി നിങ്ങൾക്കുമുണ്ട്. കാരണം ഈ അടിമകൾ തന്നെയാണ് നിങ്ങളുടെ ഭയത്തിന് പുറത്ത്, നിങ്ങളുടെ അസഹിഷ്ണുത, നിങ്ങളുടെ അസ്വസ്ഥത, അതിനൊക്കെ പുറത്താണ് നിങ്ങൾ ഇത്തരത്തിൽ ഒരു നെറികെട്ട കളിക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും ആ പറഞ്ഞ ഈ നെറികെട്ട കളി അവസാനം കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് വൈഷ്ണയുടെ ഒരു വലിയ വിജയത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പറയുന്ന പിണറായിസ്റ്റുകൾ, ഈ അടിമകൾ, രാഹുൽ പറഞ്ഞ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറഞ്ഞ പിണറായിസ്റ്റുകളുടെ കൗണ്ട് ഡൗൺ അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിജയം വൈഷ്ണക്ക് തന്നെ സുനിശ്ചിതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്താണെങ്കിലും ഈ ഒരു പരാതിയോടുകൂടി
ഈ ഒരു പരാതി, ഈ പറഞ്ഞ സഖാവ് ഈ പരാതി പറഞ്ഞുകൊണ്ട് വൈഷ്ണവയുടെ പേര് വെട്ടാൻ നടത്തിയ നീക്കങ്ങൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കോൺഗ്രസിനും വലിയ സഹായകമായി. കാരണം മുട്ടടയിലെയും കോർപ്പറേഷനിലെയും എല്ലാ വോട്ടർ പട്ടിക ഇങ്ങനെ അരിച്ചു പെറുക്കി ഈ സഖാക്കൾ നടത്തിയ വോട്ട് ചോരി അത് കണ്ടെത്താനുള്ള ഒരു 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 അവസരമായി ഇതിനെ കോൺഗ്രസിന് മനസ്സിലാക്കാനും കഴിഞ്ഞു. അല്ലെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലെ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിലേക്കൊന്നും കോൺഗ്രസ് പോയിരുന്നില്ല. പക്ഷെ ഈ പരാതി ഉന്നയിച്ചതോടുകൂടി ഈ പറഞ്ഞ പരാതിക്കാരനടക്കം തന്റെ മേൽവിലാസത്തിൽ 22 ആളുകളെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന വ്യാജമായ നടപടികൾ, ഈ കള്ളക്കളികൾ അത് പൊളിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇത് കോൺഗ്രസിന് മാറി. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇത് വലിയ ഉപകാരമായി, വലിയ അഡ്വാൻറ്റേജായി, കോൺഗ്രസിന് വലിയ അഡ്വാൻറ്റേജ് ആയി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്തൊക്കെയാണെങ്കിലും ഈ 24 വയസ്സുകാരി ആ മുട്ടടയിൽ വലിയ സ്വാധീനമാകുന്നു, വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പോലും ഇവരെ ഇത്രയധികം ഭയപ്പെടുത്തിയത്. ഈ അടിമകളെ മുട്ടിടിപ്പിക്കുന്നതായി മാറിയതിനുള്ള കാരണവും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം, വൈഷ്ണയുടെ ഈ വലിയ സ്വീകാര്യത അത് ഇവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഈ വിവാദങ്ങൾ അത് വലിയ ഊർജവുമായിരിക്കുന്നു. എന്താണെങ്കിലും എല്ലാവിധ വിജയാശംസകളും.